ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൈവ് ട്രേഡ് നോക്കാം. നമുക്ക് ഇന്നത്തെ ലെവൽസ് നോക്കാം. നിഫ്റ്റിയുടെ 23,527 താഴേക്കാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ ഞാൻ അപ്പ് സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യുക. അതല്ല 23,774 മുകളിലേക്കാണ് മാർക്കറ്റ് ആദ്യം പോകുന്നതെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും എൻ്റെ ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുക. നിഫ്റ്റിയിലെ ലിക്വിഡിറ്റി ഏരിയാസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഏരിയകളാണ്. ഇവിടെ എത്തുമ്പോഴുള്ള ട്രേഡ് നമുക്ക് നോക്കാം. അല്ല ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ എന്താ ഒരു ട്രേഡിംഗ് വ്യൂ ഒരു ഡിലേ ഉള്ള പോലെ ഉണ്ട്. 1 സെക്കൻഡ്. ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് എന്ന് പറഞ്ഞാൽ 50,173 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി, അതുപോലെ 50,813 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ താഴേക്കും 50,173 ആദ്യം ടച്ച് ചെയ്യുന്നതെങ്കിൽ ഞാൻ മുകളിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക. അപ്പോൾ രണ്ടിൻ്റെയും സെൻറ്ററിലാണ് മാർക്കറ്റ്. ഏതും നിഫ്റ്റിയും ബാങ്കൊന്നും ഇപ്പോൾ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടില്ല. ലിക്വിഡിറ്റി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി നോക്കാം. ഞാൻ ഏതായാലും എൻട്രി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സമയം 10:34 നമ്മുടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അത് 23,526 റേഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ നിഫ്റ്റി ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അപ്പ് സൈഡിലേക്കുള്ളൊരു ട്രേഡ് നോക്കാം. ഇനി ആ ഡേലോ ഏരിയ എത്തുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാം. ഓൾമോസ്റ്റ് 190 റേഞ്ചിലൊക്കെ പ്രീമിയം വരട്ടെ. 198 ആയിട്ടുണ്ട്. 23,500 കോൾ ഓപ്ഷൻ ആട്ടോ. 23,500 കോൾ ഓപ്ഷൻ കുറച്ചും കൂടി താഴെ വന്നാൽ നമുക്ക് ഡയറക്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എൻട്രി എടുക്കാം. ഏതായാലും മാർക്കറ്റിൽ എൻട്രി വരട്ടെ. എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ബുള്ളിഷാണ് മാർക്കറ്റ്. ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഞാൻ ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കുന്നത്. നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി ഏരിയയിൽ എത്താതെ ട്രേഡ് ഇല്ല. സമയം 10:39 ആയിട്ടുണ്ട്. നമുക്ക് എൻട്രി ഏരിയ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം ഇനി കുറച്ച് വലിയ ടാർഗറ്റ് വെക്കാം നമുക്ക്. കാരണം ഞാൻ വിചാരിച്ചു ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് അത് ടാപ്പ് ചെയ്തിട്ട് എൻട്രി വരികയാണെങ്കിൽ തന്നെ അപ്പ് സൈഡ് ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ചെറിയ ടാർഗറ്റാണ് ഇതിൽ. നമുക്ക് അത്യാവശ്യം ഈ ഒരു 1 മിനിറ്റിൻ്റെ ലിക്വിഡിറ്റി ഏരിയ മുകളിൽ വെച്ചാൽ തന്നെ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ട്. അത് എത്തിയിട്ട് നമുക്ക് എൻട്രി ഏരിയ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. ഈ ഒരു ഏരിയയിലേക്ക് എത്തി കഴിഞ്ഞാൽ എൻട്രി എടുക്കാം. നമ്മുടെ ടാർഗറ്റ് ഈ ഒരു ഹൈ മിനിമം 1:5 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ട്രെയിൽ ചെയ്ത് പോവാം. ഇനി അല്ല SL ആണെങ്കിൽ SL നോക്കാം. ഏതായാലും എൻട്രി വന്നിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും കൂടെ ബാങ്ക് നിഫ്റ്റിയിലും ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് വരുന്നുണ്ട്. ഏതായാലും നമുക്ക് എൻട്രി കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഒന്ന് താഴെ വരണം. നമ്മൾ 23,525 റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എൻട്രി ഉള്ളൂ. അപ്പോൾ ഭയങ്കര സ്പൈക്കായിട്ടാണ് പോകുന്നത്. ഏതായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 190 ഇനി കിട്ടൂല. കുറച്ചും കൂടി മുകളിലേക്ക് പ്രീമിയത്തിനായിരിക്കും ഇനി കിട്ടുക അവർ ഏരിയയിലേക്ക് വരുമ്പോൾ. ഏതായാലും നോക്കാം, വെയിറ്റ് ചെയ്യാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10:50. നമ്മളെ എൻട്രി തരാതെ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ലിക്വിഡിറ്റി ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ എൻട്രി ഏരിയന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്കൊരു അപ്പ് സൈഡിലേക്ക് എൻട്രി എടുക്കാം. ഇവിടെ നിന്ന് എടുത്താലും നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട്. കാരണം അടുത്തൊരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രീമിയം എൻട്രി ചെയ്യുന്നത് 223,550 ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. 200 മാറ്റിയിട്ട് 50 ആക്കിയിട്ടുണ്ട്. എൻട്രി ഏരിയൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഒരു 5 പോയിൻറ്റും കൂടെ 2-3 പോയിൻറ്റും കൂടെ താഴെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാലൊക്കെ നമുക്ക് നോക്കാം. ജസ്റ്റ് ആ ഒരു ഈക്വൽ ഏരിയ തന്നെ ഇപ്പോൾ നിൽക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. പ്രീമിയം കുറച്ചൊന്ന് താഴട്ടെ, ഒരു പൊടിക്ക് വെയിറ്റ് ചെയ്യാം. എൻട്രി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, നേരത്തെ നമ്മൾ 23,500 എൻട്രി എടുക്കാൻ നോക്കി നിന്ന സാധനം അത് കയറി മുകളിലേക്ക് പോയിട്ടാണ് ഇപ്പോൾ 23,550 റേഞ്ചിലായി. ആ റേഞ്ചിലാണ് നമുക്ക് എൻട്രി തന്നത്. പക്ഷേ ഇവിടുന്ന് എടുക്കാം നമുക്ക്. കാരണം അത്രയും കയറി കഴിഞ്ഞാൽ എടുക്കാനൊരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇനിയൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഉള്ളത് 23,664 റേഞ്ചിൽ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ എൻട്രി കിട്ടിയാൽ തന്നെ 100 പോയിന്റ് ഇവിടുന്ന് നിഫ്റ്റിയിലുണ്ട്. നേരത്തെ താഴെ നമുക്ക് കിട്ടിയില്ലെങ്കിലും ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടിയാലും അത്യാവശ്യം നല്ല ടാർഗറ്റ് ഏരിയയിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. 1:15 ഒക്കെ റേഞ്ചിൽ ഈസി ആയിട്ട് കിട്ടാൻ പറ്റിയ ഏരിയയാണ്. കുറച്ചൊന്ന് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കാം, വെയിറ്റ് ചെയ്യാം. 23,561 ആയിട്ടുണ്ട്. 23,550 വരുന്നുണ്ട്. താഴേക്ക് വരട്ടെ. എൻട്രി വരുമ്പോൾ നോക്കാം. നമുക്ക് 10:51 ആയിട്ടുള്ളൂ. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇതുവരെ ട്രേഡ് എടുത്തിട്ടില്ല കേട്ടോ. താഴേക്ക് രാവിലെ മാർക്കറ്റ് ഇങ്ങനെ ഹാളായപ്പോൾ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തപ്പോഴാണ് എൻട്രി കിട്ടിയത്. ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് സഡൻ മൂവ്മെൻറ്റ്സ് തരുന്ന സമയത്ത് നമുക്ക് എൻട്രി കിട്ടൂല. അങ്ങനെ അതാണ് പ്രശ്നം. വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് വരുന്നത്. 23,557 ആയിട്ടുണ്ട്. കുറച്ചും കൂടെ താഴെ വന്നാൽ നമുക്ക് നോക്കാം. എൻട്രി നോക്കാം. എൻട്രി തരാനുള്ള പരിപാടി ഇല്ലേ? എത്തിക്കഴിഞ്ഞാലും നമുക്ക്
അറിയില്ല, ചിലപ്പം മാർക്കറ്റ് അവിടെ നിന്ന് സ്ട്രൈറ്റ് താഴെ വന്നാൽ നമ്മുടെ എസ് എൽ അടിക്കും, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. നമുക്ക് റെഡിയാണ്, സ്റ്റോപ്പ് ലോസൊക്കെ സെറ്റാണ്. മാർക്കറ്റ് പക്ഷേ വാല്യൂസ് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ആ ലോ എടുത്തിട്ടില്ല. 11 മണി 11:09 നമുക്ക് ഒരുപാട് നേരെ അഫ് സൈഡിലേക്ക്. ഞാൻ നേരത്തെ എൻട്രി നമ്മൾ നോക്കിയെന്ന നേരത്ത് നമുക്ക് എൻട്രി തരാതെ ഒരു പൊട്ടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് പോലും താഴെ വരാതെയാണ് പോയത്. ഒരു ഈക്വൽ ഏരിയയിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ലിക്വിഡിറ്റി എടുക്കാതെ ഞാൻ ട്രേഡ് എടുക്കാറില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ രസമല്ല, 23,500 എൻട്രി നോക്കിയതാണ്, ആ എൻട്രി നമുക്ക് മിസ്സായി. ഇനിയിപ്പോൾ 23,550 നോക്കി, അതും മിസ്സായി. ഇപ്പോൾ ഇനി 23,600 ഞാൻ എടുത്തുവെച്ച്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി അത്യാവശ്യം മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷേ ഇവിടുന്ന് നമുക്ക് ടാർഗറ്റ് ഏരിയയിലേക്ക് ഡിസ്റ്റൻസ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യാം. ആ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി കൺസിഡർ ചെയ്യാം. നമുക്കൊരു 188 റേഞ്ചിലൊക്കെ വരും, അതിൻ്റെ താഴേക്ക് വരും പ്രീമിയം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ അത്ര ഒരു മൊമെൻറ്റം കാണിക്കുന്നില്ല കേട്ടോ. ബാങ്ക് നിഫ്റ്റിനേക്കാളും നിഫ്റ്റിയിൽ തന്നെയാണ് പിന്നെ ഒരു മൊമെൻറ്റം കാണിക്കുന്നത്. ഏതായാലും കുറച്ചുകൂടെ താഴെ വരട്ടെ, കുറച്ചുകൂടി താഴെ വരുമ്പോഴേ നമുക്ക് എൻട്രി ഉള്ളൂ. പ്രീമിയം കുറച്ച് 188 താഴേക്ക് റേഞ്ചിൽ വരും. നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. 11:25 എവിടെ എത്തിയെന്നറിയാം. നമ്മൾ 190 നോക്കിയിരുന്ന സാധനം 23,500 കോൾ ഓപ്ഷൻ, അതിപ്പോൾ 110 പോയിന്റ് കയറി. നമ്മുടെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ലാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്ത ഏരിയ എന്ന് പോലും ട്രേഡ് കിട്ടിയില്ല. എന്ത് മൂവ്മെൻറ്റാണ് ചെയ്ത് സ്ട്രൈറ്റ് ഒരു ഇവിടെ നമുക്ക് തൊട്ടടുത്ത് എൻട്രീൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു, ഒരു പൊട്ടിക്ക് താഴെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയത്. ഈ ഒരു ഏരിയ എൻട്രി ഏരിയയിലേക്ക് ഒരു 4-5 പോയിന്റ് ഡിഫറൻസിലാണ് എൻട്രി മിസ്സായത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാം എന്താ ചെയ്യുക, നമുക്ക് ചില ദിവസം നമുക്ക് മാർക്കറ്റ് ലിക്വിഡിറ്റി എടുത്തിട്ട് മുകളിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് എൻട്രി തരില്ല. ചിലപ്പോൾ എൻട്രി തന്നാൽ പോലും ജസ്റ്റ് എസ് എൽ അടിച്ചിട്ട് പോകുന്ന ദിവസങ്ങളുണ്ട്. അതൊക്കെ മാർക്കറ്റിൽ നമുക്ക് വരാവുന്നതാണ്. ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവാതെ കൂളായിട്ടിരിക്കുക. ഇനി നല്ലൊരു അവസരം വരുമ്പോൾ നോക്കാം. ഇനിയിപ്പം ഓൾറെഡി നമ്മളെ അപ്സൈഡ് ലിക്വിഡിറ്റിൻ്റെ ഏരിയയിലാണ്. ഇപ്പോൾ ബാങ്ക് ഡേ ഹൈൻ്റെ തൊട്ടടുത്താണ്, ഒരു ഓൾറെഡി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ലിക്വിഡിറ്റിൻ്റെ തൊട്ടടുത്താണ്. 23,683 എന്നുള്ള റേഞ്ച് ഉണ്ട്. ഇനി അതൊക്കെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്കും നോക്കാം എൻട്രി. ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ താഴേക്ക് നോക്കാൻ പറ്റിയൊരു അവസരമുണ്ട്. ഇനി നമുക്ക് ഡൗൺ സൈഡ് എൻട്രി കൺസിഡർ ചെയ്യാതിരിക്കുന്നതല്ലേ. ഓൾറെഡി നമ്മുടെ അപ്പ് സൈഡിലേക്കുള്ള ട്രേഡ് നമുക്ക് ജസ്റ്റ് മിസ്സായിട്ട് പോയതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡൗൺ സൈഡിലേക്ക് താഴേക്കുള്ള ഏതെങ്കിലും അവസരം നോക്കാം. 12:15 സമയം. നമ്മളിപ്പോൾ പ്ലാൻ ചെയ്ത എക്സാക്റ്റ് ഏരിയ തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു 23,683 ടാപ്പ് ചെയ്തിട്ട് താഴെ നോക്കാം. അതേപോലെ അവിടുന്ന് താഴേക്കും വന്നിട്ടുണ്ട്. പക്ഷേ നോക്കുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി തന്നെ നമ്മുടെ സെറ്റപ്പ് പ്രകാരം വന്നിട്ടില്ല. എന്ത് ചെയ്യാനാണ്, വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ എല്ലാം മാർക്കറ്റ് അപ്പ് സൈഡ് പോകുമെന്ന് പറഞ്ഞ ഏരിയ തന്നെ എക്സാക്റ്റ് അപ്പ് സൈഡ് പോയി, ഡൗൺ സൈഡ് പോകുമെന്ന് പറഞ്ഞാൽ ഇന്ന് ഏരിയ തന്നെ അപ്പ് സൈഡ് ഡൗൺ സൈഡും പോയിട്ടുണ്ട്. ഇതിലെന്താ വെച്ചാൽ ബാങ്കിൽ അപ്പ് സൈഡിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ 50,116 ടാപ്പ് ചെയ്തില്ല. നിഫ്റ്റിയിൽ ഡൗൺ സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി സ്റ്റിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഒന്നും ടാപ്പ് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് നോക്കാം. സമയം 12:31 ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ബാങ്കിൽ അപ്പ് സൈഡിലേക്കും നിഫ്റ്റി ഡൗൺ സൈഡും ആണല്ലോ. നിഫ്റ്റി ഡൗൺ സൈഡിലേക്ക് നോക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് മാർക്കറ്റ് നമ്മൾ ഈ പ്ലാൻ ചെയ്ത ഏരിയയിൽ നിന്ന് 100 പോയിന്റിലധികം താഴെ വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. കാരണം എൻട്രി എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ താഴെ ലിക്വിഡിറ്റിയിലേക്ക് ഇനിയും ഡിസ്റ്റൻസ് നമുക്ക് 1:5 എബോവ് വരാനുള്ള ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ അപ്പ് സൈഡിലേക്ക് എൻട്രി ഏരിയ ഉണ്ട്, പക്ഷേ ഞാൻ കൺസിഡർ ചെയ്യാത്തതിനൊരു റീസണും ഉണ്ട്. അതാണ് നിഫ്റ്റി എടുക്കാൻ കാരണം. നിഫ്റ്റി എൻട്രിയിലേക്ക് വരട്ടെ. 23,600 റേഞ്ചിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പുട്ട് ഓപ്ഷൻ എടുക്കാം. നമ്മളെ വാച്ച് ലിസ്റ്റിലേക്ക് 23,600 പുട്ട് ഓപ്ഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് എൻട്രി തന്നത് കിട്ടിയത് 143.66 ഒക്കെ സെപ്പറേറ്റ് ക്വാണ്ടിറ്റി ആയിട്ട് ആഡ് ചെയ്ത് വന്നതില്ലേ. ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ടാർഗറ്റ് ഏരിയയിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് എൻട്രി എടുത്തത്. മാർക്കറ്റ് ഇത്രയും താഴെ പോകുന്നിട്ട് ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ എൻട്രി എടുക്കാറില്ല. കാരണം അവിടേക്ക് ഡിസ്റ്റൻസ് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് കൺസിഡർ ചെയ്തത്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു, ബാങ്ക് നിഫ്റ്റിയിൽ എൻട്രി എടുക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തുകൊണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് ബാങ്കിൽ അപ്പ് സൈഡിലേക്കും ട്രേഡ് നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. പക്ഷേ ഞാൻ ബാങ്കിൽ എത്രത്തോളം ഒരു ഇത് കൊടുക്കാതെക്കാൻ കാരണം എന്താ വെച്ചാൽ ബാങ്കിലും അത്യാവശ്യം ടാർഗറ്റ് ഉണ്ട്. പക്ഷേ ബാങ്ക് എടുക്കാതിരിക്കാൻ കാരണം 50,000-ൻ്റെ കറക്റ്റ് എക്സാക്റ്റ് ലെവലിനാണ് ബാങ്ക് റിജക്റ്റ് ചെയ്തത് രാവിലെ. അതിനുശേഷം എപ്പോഴും 50,000-ൻ്റെ ലെവലിൽ പോയിട്ടാണ് വീണ്ടും റിജക്റ്റ് ചെയ്യുന്നത്. അപ്പം 50,000-ൻ്റെ ഏരിയയിൽ നിന്ന് റിജക്റ്റ് ചെയ്യാൻ മീൻസ് അവിടെ ഒരുപാട് എസ് എൽ, അതിൻ്റെ താഴെ എസ് എൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് താഴേക്ക് പോകാനൊരു പോസിബിലിറ്റി ഉള്ള പോലെ തോന്നുന്നുണ്ട് ബാങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ ബാങ്ക് മുകളിലേക്ക് എടുക്കാഞ്ഞത്. താഴേക്കുള്ള ട്രേഡ് നോക്കാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ്.
കുറേ എസ് എൽ അടിക്കുന്ന എനിക്ക് തോന്നുന്നു. എസ് എല്ലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി 2 പോയിൻ്റ് 3 പോയിൻ്റൊക്കെ താഴേക്ക് വന്നാൽ എസ് എൽ അടിക്കും. എസ് എല്ലിൻ്റെ അടുത്താണ്. നോക്കാം, എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമുക്ക് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പോൾ ഒരു സ്പൈക്കിട്ടും പ്രീമിയത്തിന് അങ്ങനെ ഒരു പ്രീമിയം ജസ്റ്റ് കൂടായതല്ലേ തോന്നുന്നത്. ഫ്യൂച്ചറിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. ഫ്യൂച്ചറിൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റം പോലെ തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ എടുത്തപ്പോഴും ശ്രദ്ധിച്ചാണ്, ബാങ്കിലായാലും നിഫ്റ്റിയിലായാലും ഫ്യൂച്ചർ ചാർട്ടിന് ഒരു ബെയറിഷ് മൊമെൻറ്റമാണ് കൂടുതൽ കാണിക്കുന്നത് സ്പോട്ടിനെക്കാളും. താഴേക്ക് വരുമോ എന്നറിയില്ല. ഇനിയിപ്പോൾ എസ് എൽ അടിച്ചിട്ടാണോ വരുമെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വീണ്ടും അവസരം കിട്ടുമ്പോൾ നോക്കാം. ഈ എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇനി അവസരം വരുമ്പോഴേ എൻട്രി എടുക്കുകയുള്ളൂ. ഫസ്റ്റ് എസ് എൽ അടിച്ച് 2 എസ് എൽ അടിച്ചാൽ നമുക്ക് മാക്സിമം ലോസ് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഈ എസ് എൽ അടിച്ചാൽ പിന്നെ നല്ലൊരു അവസരം വരുമ്പോഴേ എൻട്രി എടുക്കുകയുള്ളൂ. ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് വെച്ച് കാണിച്ചു തരാം. നമുക്ക് ഓൾമോസ്റ്റ് 6000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ്, 5800 6000 റേഞ്ചിൽ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. നമുക്കിപ്പോൾ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം. ഒരു ലിക്വിഡിറ്റി ഏരിയയാണ് ഇപ്പോൾ ഇത് മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു സിംഗിളോ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിൽ നമുക്കവിടെ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കാം, അല്ലെങ്കിൽ അവിടെ എക്സിറ്റ് ചെയ്യാം. 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് ഈ ടാർഗറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം മാർക്കറ്റ് ഓവറോൾ ആ ഒരു റേഞ്ചിൽ എത്തിയിട്ടുണ്ടല്ലോ. മീൻസ് നമുക്ക് ഇനിയും മൂവ് ചെയ്യുന്നുണ്ട്, ടാർഗറ്റിലേക്ക് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. ബാങ്ക് നിഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ 50,000 മുകളിൽ തന്നെ കിടന്ന് കറങ്ങാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇതേപോലെ 50,000 താഴേക്ക് വരാനൊരു പോസിബിലിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പുകൾ എപ്പോഴും ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ പ്രൈസ് ആക്ഷൻ എപ്പോഴും ട്രാപ്പിന് യൂസ് ചെയ്യും. ഇപ്പോൾ 50,000 അല്ലെങ്കിൽ 49,000 51,000 50,500 ഇത്തരം ലെവലുകളിൽ നിന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അവിടെ നിന്ന് മുകളിലേക്ക് പോകണ മാതിരി കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് താഴെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഏരിയയും, റെസിസ്റ്റൻസിൻ്റെ ഏരിയൻ്റെ അവിടെ നിന്ന് മാർക്കറ്റ് ഞാനിപ്പോൾ താഴെ വരും ഉള്ളൊരു സ്റ്റേജിൽ പ്രൈസ് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെയാണ്. അതുകൊണ്ടാണ് ഞാനിതിൽ സ്റ്റിൽ വെയിറ്റിംഗ് ചെയ്യണത്. അല്ലെങ്കിൽ ആ ഒരു സിംഗിളോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാമോ, പക്ഷേ ഇറങ്ങില്ല, ടാർഗറ്റ് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഏതായാലും ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:41 നമ്മൾ നേരത്തെ ട്രേഡിൽ നമുക്ക് എസ് എൽ മീൻസ് ട്രെയിലിംഗ് എസ് എൽ അടിച്ചിട്ടുണ്ട്. ഓൾറെഡി 8,000 9,000 വരെ പ്രോഫിറ്റ് പോയ സാധനമാണ്. പിന്നെയാണ് നമ്മൾ ട്രെയിൽ എസ് എൽ അടിച്ചത്. ഞാൻ പറഞ്ഞ പോലെ ആ സിംഗിളോ ടാപ്പ് ചെയ്തപ്പോൾ കോസ്റ്റ് പ്രൈസ് വെച്ചതാണ്. ഇവിടെ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് എന്ന് ഇതിന് പറയാം. അതൊരു IDX അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രാപ്പ്. നിഫ്റ്റിയിലാണെങ്കിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്, താഴേക്കുള്ളൊരു അവസരം നോക്കാൻ പറ്റും. പക്ഷേ എൻട്രി വന്നിട്ടില്ല. ബാങ്കിലാണെങ്കിൽ നമുക്കൊരു ഓൾറെഡി എൻട്രി ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രീമിയം ഏകദേശം ആ റേഞ്ചിലേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ 146 എത്തിയിട്ടുണ്ട് പ്രീമിയം അല്ലേ. പക്ഷേ ബാങ്കിലായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. നിഫ്റ്റിയിലും ഉണ്ട്, പക്ഷേ നിഫ്റ്റി എൻട്രി വന്നിട്ടില്ല. എൻട്രി വരണമെങ്കിൽ ഇനി നിഫ്റ്റി വീണ്ടും ഒരു പ്രൈസ് ആക്ഷൻ ക്രിയേറ്റ് ആവണം. ബാങ്കിലാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഒരു എൻട്രി ടാപ്പ് ചെയ്തതാണ്. സ്റ്റിൽ ആ ഒരു പ്രീമിയം ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്താൽ ഓക്കെ വീണ്ടും എത്തിയിട്ടുണ്ട്. പ്രീമിയം ആ റേഞ്ചിലേക്ക് ബാങ്കിൻ്റെ പ്രീമിയം നമുക്ക് ആഡ് ചെയ്തിടാം. ബാങ്ക് 50,200 പുട്ട് ഓപ്ഷൻ നമുക്ക് വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. പക്ഷേ എൻട്രി ഓൾറെഡി വന്നിട്ടുണ്ട്. 654 എന്നുള്ള റേഞ്ചിലാണ്. നോക്കാം, നമുക്ക് ഏകദേശം 120 ക്വാണ്ടിറ്റിയാണ് ബാങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. 20 പോയിൻറ്റ്സ് SL ആ റേഞ്ചിലേക്കൊക്കെ വരട്ടെ പ്രീമിയം, എന്നിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ നമുക്ക് ആ ഒരു ടിപ്പിൽ എടുക്കാൻ പറ്റിയില്ല. മാർക്കറ്റ് ഞാൻ ആ വീഡിയോ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി തന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി താഴേക്ക് ബാങ്ക് പറന്നോ 664 10 പോയിന്റ് പോയി. നിഫ്റ്റി അതുപോലെ താഴെ വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി പ്രീമിയം റേഞ്ചിൽ എത്തിയാൽ കൺസിഡർ ചെയ്ത് ഈ എൻട്രി എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ബാങ്കിൽ ലിക്വിഡിറ്റി ഹയർ ടൈം ഫ്രെയിം ടാപ്പ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ലോജിക്ക് 50,000 എന്നുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയൻ്റെ മീൻസ് ഒരു റെസിസ്റ്റൻസ് ഒരു പ്രൈസ് ലെവലിൻ്റെ എടുത്ത് എത്ര പ്രാവശ്യം റിജക്റ്റ് ചെയ്യണം മാർക്കറ്റ്. അതായത് 1 2 3 രാവിലെ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്തു, അതിനുശേഷം 2 3 പ്രാവശ്യം മാർക്കറ്റ് അവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു. പക്ഷേ അങ്ങോട്ട് വന്നിട്ടില്ല. മീൻസ് അതിൻ്റെ താഴെ ഒരുപാട് ലിക്വിഡിറ്റി കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനൊരു പ്രോബബിലിറ്റി ഉണ്ട്. നമുക്ക് പ്രോബബിലിറ്റി പറയാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നിഫ്റ്റിയിലാണെങ്കിൽ മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് മുകളിൽ പോയ എൻട്രി ഉണ്ട്. നിഫ്റ്റിയിൽ നമുക്ക് ഏതാണ് ആദ്യം വരുന്നതിനനുസരിച്ച് നോക്കാം. നമുക്ക് ഒരു 10 പോയിന്റ് കൂടി നിഫ്റ്റി മുകളിലേക്ക് പോയാൽ നിഫ്റ്റിയിലും ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ടാപ്പ് ചെയ്ത സ്ഥിതിക്ക് താഴേക്ക് നോക്കാം.
താഴേക്കുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, ടാർഗറ്റ് ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് നോക്കാം നമുക്ക് നിഫ്റ്റി ആണോ ബാങ്ക് ആണോ എടുക്കുക എന്നുള്ളത് നോക്കാം. ഏതാണ് അവസരം ആദ്യം വരുന്നത് നോക്കാം. രണ്ടും നിഫ്റ്റി ഇപ്പോൾ തൽക്കാലം എടുത്തിട്ടാം. എന്നിട്ട് ഇതിലാണോ നിഫ്റ്റിയിലും അല്ല വരുന്നത്, ബാങ്കിലാണ് പ്രീമിയം ലെവലിൽ വരണമെങ്കിൽ അതെടുക്കാം. നിഫ്റ്റി ഇനിയും ഒരു 10-12 പോയിന്റ് മുകളിൽ പോയാലേ എൻട്രി ഉള്ളൂ. നമ്മൾ രാവിലത്തെ ട്രേഡ് ഞാൻ പുറത്തായിരുന്നു കുറച്ച് സമയം, അതുകൊണ്ടാണ് ആ സമയത്ത് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ ഓർഡർ ഒന്നും കാണിച്ചു തരാൻ പറ്റി. ആ ഒരു ട്രേഡിന് ശേഷം പിന്നെ ട്രേഡ് എടുത്തിട്ടില്ല. ആ ഒരു ട്രേഡിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നതാണ് നിഫ്റ്റിയിൽ. 8000 സംതിങ് 9000 റേഞ്ചിൽ നമ്മൾ 1:5 തൊട്ടടുത്തെത്തിൻ്റെ, പക്ഷേ നമ്മളെ ടാർഗറ്റ് ലെവൽ അടിച്ചിട്ടില്ല. ആ ഒരു ട്രേഡിൽ ഇപ്പോൾ ഞാൻ നിന്നിരുന്നെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസ് അല്ല SLN ഹിറ്റ് ആവുമായിരുന്നു. കാരണം ഞാൻ എടുത്ത ഏരിയൻ്റെ ഒരുപാട് താഴെ എപ്പോഴും മാർക്കറ്റ്. പക്ഷേ ആ ഒരു ഇതാണ് പ്രീമിയത്തിൻ്റെ പ്രത്യേകത. പ്രീമിയം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ചില സമയങ്ങളിൽ ഞാൻ നിഫ്റ്റിയിൽ എൻട്രി എടുത്തതിൻ്റെ ഒരുപാട് താഴെ ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നിഫ്റ്റിയിൽ ഞാൻ നേരത്തെ എവിടെ നിന്ന് എടുത്തത് അതിൻ്റെ എത്ര താഴെ ഉള്ളത്. പക്ഷേ ഈ ഒരു സ്പൈക്കിൽ എൻ്റെ SL അടിച്ചിട്ടുണ്ടാവും അവിടെ. അതുകൊണ്ട് ഞാൻ ആ സിംഗ്ലോ കട്ട് ചെയ്തപ്പോൾ ഇറങ്ങിയവരാണെങ്കിൽ നന്നായി. ഇനിയിപ്പോൾ ഇറങ്ങിയില്ലാത്തവർക്ക് SL അടിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ട്രേഡ്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ടാർഗറ്റ് എത്തിയിട്ടുമില്ല. ടാർഗറ്റ് 1:5 തൊട്ടടുത്ത് വരെ വന്നിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്യാതിരുന്നത്. ബുക്കിംഗ് ആ ഒരു അറ്റ്ലീസ്റ്റ് 1:5 അടിച്ചിട്ട് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാങ്കിലും തന്നെ കേട്ടോ പ്ലാന്. ബാങ്കിൽ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ 1:5 എത്തിക്കഴിഞ്ഞാൽ ഞാൻ എക്സിറ്റ് ചെയ്യും. കാരണം ആപ്പ് സൈഡിലേക്കും മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിഫ്റ്റി തൊട്ട താഴെ ഒരു ലിക്വിഡിറ്റി ഉണ്ട്. ഏതാ മൂവ് ചെയ്യാന്ന് അറിയില്ല. ഏതായാലും ചാൻസ് വരട്ടെ. സ്റ്റിൽ 1:45 മാർക്കറ്റ്. നിഫ്റ്റി 23,571 എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ രണ്ടും കൂടി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാനും പറ്റില്ല. അല്ലെങ്കിൽ ഒന്ന് മൊബൈൽ എടുത്ത് വെക്കേണ്ടി വരും. ഏതാണോ അവസരം വരുന്നത് അതിന് എന്തായാലും ട്രേഡ് ചെയ്യും. കാരണം എനിക്ക് ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ മാർക്കറ്റ് ഒരു സ്പോട്ടും ഫ്യൂച്ചറൊക്കെ തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട്, കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പ്രോബബിലിറ്റി പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റി ഞാൻ പറഞ്ഞില്ലേ, ബാങ്ക് നിഫ്റ്റി ഒരുപാട് സമയം ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ലെവൽസിനായി റിജക്ഷൻ കാണിക്കുന്നത്. രാവിലെ കാണിച്ചു, ഇപ്പോൾ 3 പ്രാവശ്യം കാണിച്ചു. ഒരു പോസിബിലിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. SL അടിച്ചിട്ട് നമുക്കൊന്ന് SL അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അത് അതിനനുസരിച്ച് അടുത്ത ട്രേഡ് നോക്കാം. നമുക്ക് ഒറ്റ ട്രേഡ് ഇത് ആയിട്ടുള്ളൂ. ഇത് തന്നെ കോസ്റ്റ് പ്രൈസാണ്. നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. സ്റ്റിൽ അവിടെ ഉണ്ട് മാർക്കറ്റ്. നമുക്ക് 550 സംതിങ് ഒക്കെ ആയിരുന്നല്ലോ നേരത്തെ പ്രീമിയം. ആ റേഞ്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എൻട്രി എടുക്കും. അല്ലെങ്കിൽ നിഫ്റ്റിയിലാണ് ആദ്യം അവിടെ എത്തുന്നതെങ്കിൽ നിഫ്റ്റിയിൽ എടുക്കും. ഏതാണോ വരുന്നത് അതിനനുസരിച്ച് നോക്കാം. 660 എത്തിയിട്ടുണ്ട് പ്രീമിയം. ഇത് തോന്നുന്നു ബാങ്കിലായിരിക്കും അവസരം ആദ്യം തരാം. നിഫ്റ്റി വെറുതെ താഴേക്ക് പോവാം. നിഫ്റ്റിയിലാണെങ്കിൽ പ്രോപ്പർ നമ്മുടെ സെറ്റപ്പ് പ്രകാരമാണ്. ബാങ്കിലാണെങ്കിൽ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പാണ്. കുറേ കാലം ഞാൻ പ്രൈസ് ആക്ഷൻ ട്രാപ്പിൽ ലിക്വിഡിറ്റിയിൽ ട്രേഡ് എടുത്തിട്ട് കുറേ മുന്നേ ചെയ്തതാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ചെയ്യാറില്ല. പക്ഷേ ഇത് അത്യാവശ്യം എനിക്കൊരു പ്രതീക്ഷ പോലെ തോന്നുന്നൊരു ഏരിയ. ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ലെവലാണ്. അതുപോലെ ഇന്നിപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോയതിനു ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പോസിബിലിറ്റീസ് അവിടെ ഞാൻ കാണുന്നുണ്ട്. ഒരു 1 മിനിറ്റ് നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ഉണ്ട്. ഓക്കെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ, നിഫ്റ്റി അല്ല, അത് ബാങ്കിൽ വേഗം എടുക്കാം. ബാങ്ക് 120 ക്വാണ്ടിറ്റി നമ്മുടെ 20 പോയിന്റ് SL കൊടുക്കാം. ഓക്കെ, എൻട്രി എടുക്കാം. ബൈ കൊടുത്തു. 654 അപ്പോൾ 656 പോയി. ഓക്കെ, എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 655.20 നോക്കാം. പിന്നെ എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞ പോലെ പ്രൈസ് ആക്ഷൻ്റെ ഒരു ട്രാപ്പ്. ഒരുപാട് കാരണങ്ങൾ 50,000 എന്നുള്ള ലെവലിൽ നിന്ന് റിജക്റ്റ് ചെയ്തു. അതുപോലെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് പോലെ കാണിച്ചു. ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. ഇന്നത്തെ ഡേലോവും ഞാൻ ഇവിടെ പറഞ്ഞ 50,000 നിന്ന് കറക്റ്റ് രാവിലെ തന്നെ റിജക്റ്റ് ചെയ്ത് നല്ലൊരു സ്പൈക്ക് വന്നു. അപ്പോൾ ആളുകൾ 50,000 നല്ല ഡിമാൻഡ് സോണാണെന്ന് കരുതിയിട്ടുണ്ടാവും. അവിടെ ഒരു പ്രാവശ്യം വീണ്ടും രണ്ടാമത്തെ ഉച്ചയ്ക്ക് ശേഷം അവിടെ വന്ന സമയത്ത് ആളുകൾ വീണ്ടും അപ്പ് സൈഡിലേക്കുള്ള പൊസിഷൻസ് എടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ മാർക്കറ്റ് പോകുകയാണെങ്കിൽ നേരെ സ്ട്രൈറ്റ് പോകണ്ടേ. ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോസിബിലിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെൻ്റെ ഒരു തോന്നലാണ്. നമുക്കറിയാം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റീൻ്റെ ഗെയിമാണ്. ആ പ്രോബബിലിറ്റിക്ക് അനുസരിച്ച് ഒരു ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. നമുക്കൊരു എന്താ പറയുക 50-50 ചാൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഏതൊരു ട്രേഡിനും. എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും 50-50% നമ്മളെ ട്രേഡിങ്ങിൻ്റെ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം റിസ്ക് റിവാർഡ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ ഇറങ്ങാതിരിക്കുക. നമ്മൾ മാക്സിമം വിചാരിച്ച 1:5 അല്ലെങ്കിൽ 1:10 എത്രയാണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിലിറങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും ഇതിൽ 50,000 താഴേക്ക് വരികയാണെങ്കിൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും കേട്ടോ. കാരണം 50,000 ലിക്വിഡിറ്റി എടുത്ത് പോവുകയാണെങ്കിൽ അറിയില്ല. ഇനി അതല്ല
മാർക്കറ്റ് 1:5 100 പോയിന്റ് തരികയാണെങ്കിൽ അവിടെ ഇറങ്ങും ചെയ്യും. 50,000 താഴെ വരികയാണെങ്കിൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കും. ഇനി അതെല്ലാം നേരെ മുകളിലേക്ക് പോയിട്ട് SL അടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം. ഏതായാലും ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, സമയം 1:55 ആയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി 1:5 അടുത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ 23,500 താഴേക്കും വന്നിട്ടുണ്ട്. നിഫ്റ്റിയും നല്ല ഇന്നത്തെ 50 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഇനിയിപ്പോൾ മുകളിലേക്ക് പോകാനും ഒരു പോസിബിലിറ്റി ഉണ്ട്, ബാങ്കല്ല നിഫ്റ്റിയിലും. അപ്പോൾ നമുക്ക് ഏതായാലും എക്സിറ്റ് ചെയ്യാം. 1:5 ആയി കഴിഞ്ഞാൽ 1:5 എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 100 പോയിൻ്റ് അധികം വന്നപ്പോഴാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഓർഡറൊക്കെ നോക്കാം. രാവിലത്തെ ട്രേഡിൻ്റെ നോക്കാം. ഇപ്പോൾ ഇതൊന്ന് നോക്കാം. രാവിലത്തെ ട്രേഡിന് കാണാം. രണ്ടാമത്തെ ട്രേഡ് ഇവിടെ കാണാം. 655 എൻട്രി, 760 എക്സിറ്റ്, 1:47 1:55 എക്സിറ്റ്. രാവിലത്തെ ട്രേഡ് 3/4 മണിക്കൂർ വരെ വന്നിട്ട് നമുക്ക് കോസ്റ്റ് പ്രൈസാണ് കിട്ടിയത്. ഇത് നമുക്ക് പക്ഷേ നിഫ്റ്റി ഉണ്ടോ, ഞാൻ പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മുടെ എൻട്രി ഏരിയ തന്നിട്ടില്ല കേട്ടോ. പക്ഷേ നിഫ്റ്റി അതിനേക്കാളും ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇന്നത്തെ ഡേലോ 23,493 ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ കാരണം. അല്ലെങ്കിൽ ബാങ്കിൽ 1:5 എത്തിണ്ടല്ലോ. അതുമല്ല, ഇവിടുന്ന് അപ്സൈഡിലേക്കും പോകാനൊരു പ്രോബബിലിറ്റി ഉണ്ട് മാർക്കറ്റിന്. ആളുകൾ അവിടെ അവിടെ ഒരുപാട് ആളുകളെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് അപ്സൈഡിലേക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്ക് റിസ്ക് ഒക്കെ ഉണ്ട്. നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു റേഞ്ചിൽ 138 150 സമയത്ത് എൻട്രി, അത് 190 ഓൾമോസ്റ്റ് 60 പോയിന്റ് കേട്ടോ. നിഫ്റ്റിയിലാണെങ്കിൽ 1:10 ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്രയും മൂവ്മെൻറ്റിന്. പക്ഷേ ബാങ്കിൽ അത്രയും പോയില്ല. കുഴപ്പമില്ല, നമ്മൾ ഏതായാലും പ്രോഫിറ്റിലാണ്. സമയം 2 മണി ആയിട്ടുള്ളൂ. ഇനി നല്ല അവസരം ഉണ്ടെങ്കിലേ ഞാൻ ട്രേഡ് എടുക്കുന്നുള്ളൂ. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരികയാണെങ്കിൽ. ഓക്കെ, സമയം 3:06 നമ്മൾ വേറെ ട്രേഡൊന്നും എടുത്തിട്ടില്ല. പക്ഷേ പിന്നീട് ഒരു അവസരം വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിൽ. 2 അവസരം ഉണ്ടായിരുന്നു. ഇവിടെ എക്സാക്റ്റ്ലി ഇല്ല അവസരം. അവിടെയും ഒരു അവസരം ഉണ്ടായിരുന്നു മുകളിലേക്ക് നോക്കാൻ. അതുപോലെ അതിന് ശേഷം വീണ്ടും ഒരു ഈ എൻട്രി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് ഇവിടുന്ന്. അതിന് ശേഷം ഇവിടുന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 2:45 ശേഷമാണ്. അപ്പം കൺസിഡർ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ പക്ഷേ ഞാൻ എടുത്തിട്ടില്ല. 2:45 ശേഷം അതിന് മുന്നത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. നേരത്തെ ഒറ്റ ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അത് അത്യാവശ്യം 1:5 മൂവ്മെൻറ്റ് ചെയ്തിപ്പോൾ. അപ്പം നോക്കുകയാണെങ്കിൽ ഒരു ട്രേഡ് SL ഉണ്ടാവും, ഒരു ട്രേഡ് ടാർജറ്റ് ഉണ്ടാവും എടുക്കുകയാണെങ്കിൽ. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ നേരത്തെ ചെയ്ത അതേ ട്രേഡ് തന്നെ ഉള്ളൂ. 2 ട്രേഡ്. രാവിലത്തെ ട്രേഡ് 12:31 1 മണിക്ക് കോസ്റ്റ്. ആ ട്രേഡിൽ നമ്മൾ 8,900 പ്രോഫിറ്റ് വന്ന ട്രേഡല്ലേ. ഓവറോൾ പ്രോഫിറ്റാണ് ഈ മാസം. നമുക്ക് ഇതുവരെ ലോസ് ഒരു ദിവസം പോലും വന്നിട്ടില്ല. അത് ലക്കാണ്, മീൻസ് പറയാൻ പറ്റില്ല. നമുക്ക് കണ്ടിന്യൂസ്ലി ഒരിക്കലും പ്രോഫിറ്റബിളായിട്ട് പോകാൻ പറ്റില്ല. ലോസും ഇഷ്ടം പോലെ വരും. ഇനി അങ്ങോട്ട് ചിലപ്പോൾ തുടർച്ചയായ 5 ദിവസം SL ആണോന്നും അറിയില്ല. പക്ഷേ ഡിസിപ്ലിനോട് കൂടി ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ. വളരെ മൈൻഡ് കൺട്രോൾ, നല്ല ഓപ്പർച്യൂണിറ്റികൾ വരുന്നവരെ വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യുന്ന കാര്യം. ഏതായാലും നോക്കാം നമുക്ക് എന്താണ്. ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞു, 3:07. ഇനി നമുക്ക് അവസരങ്ങളൊന്നുമില്ല, ഇനി ടൈം കഴിഞ്ഞതാണ്. നാളത്തെ ദിവസം നോക്കാം. ഇന്നത്തെ ലൈവ് ട്രേഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.